നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ എല്ലാ രാശിക്കാർക്കും വരുന്നൊരു മാറ്റം. അപ്പൊ കർക്കിടക മാസത്തിന്റെ ഫലമാണ് നമ്മൾ എല്ലാ രാശിയിലും വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഫലമാണ് പറയുന്നത്. അപ്പൊ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിണായന കാലമാണ്. നമുക്ക് ഈ ഒരു മാസം ഒരു 6 മാസക്കാലം ദക്ഷിണായനമായിട്ടാണ് നമ്മൾ ആചരിക്കുക. അപ്പൊ അതിന്റെ ആ തുടക്ക മാസമാണ് കർക്കിടക മാസം. ഈ കർക്കിടകത്തിലേക്ക് സൂര്യൻ വരുമ്പോഴാണ് ആ മാസത്തെ ആചരണം നമുക്ക് തുടങ്ങുന്നത്. അപ്പൊ ആ മാസത്തിൽ ആ സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് ഏതൊക്കെയാണ് ഫലം വരുന്നതാണ് പറയുന്നത്. അപ്പൊ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം ഭാവത്തിലേക്കാണ് സൂര്യന്റെ വരവ്. 4ലേക്ക് സൂര്യൻ ഇത്ര ദിവസം 3-ലായിരുന്നു, മിഥുനൻ രാശിയിലായിരുന്നു. പിന്നെ ഇപ്പൊ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അത് 4-ാമത്തെ രാശിയിലേക്കാണ് വരുന്നത്. പക്ഷെ അവിടെ വ്യാഴമുണ്ട്. വ്യാഴത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സൂര്യന്റെ നിലവ്. അപ്പൊ അത് ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പൊ സൂര്യനും വ്യാഴവും കൂടി ഒന്നിച്ച് 4 എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം ആണ്. അപ്പൊ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ അവിടെ സൂര്യൻ വരുമ്പോ കുടുംബത്തിലെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് മുത്തപ്പൻ അങ്ങനെയുള്ള സങ്കല്പങ്ങളെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കുടുംബക്ഷേത്രത്തിലാണ്. അപ്പൊ അത് സൂര്യൻ 4-ലല്ലേ, സൂര്യൻ എപ്പോഴും രാജാവാണ്. അപ്പോൾ നമുക്ക് ഗവൺമെന്റിലൂടെ വരുന്ന ദോഷങ്ങൾ ഉണ്ടാവാം, ബാങ്കിങ് മേഖലയിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് വരും. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. മേടൻ രാശിക്കാർക്ക് 12-ൽ ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ ഈ ഒരു മാസം, അതായത് ഈ കർക്കിടക മാസം വളരെ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അവിടെ വ്യാഴം ഉണ്ടെങ്കിലും 4-ലെ വ്യാഴം എപ്പോഴും ഏറ്റവും നല്ലത് തന്നെ പറയുന്നില്ല. 4 കേന്ദ്രാധിപത്യ ദോഷമുണ്ടെന്ന് പറയും. പക്ഷെ സ്വന്തം വീട്ടിൽ ബലവാനാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ കുട്ടികളാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോവാൻ, ഇപ്പോൾ ഏഴരശനിയുടെ കാലഘട്ടത്തിൽ വിദേശവാസമൊക്കെ നല്ലതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പൈസയൊക്കെ കൊണ്ടുവന്നിടുമ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിയും കണ്ടു വേണം നമുക്ക് ഓരോരുത്തർക്ക് പൈസ കൊടുക്കാൻ. അപ്പൊ അതായത് പോവാനായിട്ട് ഏജന്റിന് പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം. ഈ ഒരു മാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ. അപ്പൊ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ഇതില്ല. ഈ കർക്കിടക രാശിയിൽ, അതായത് കർക്കിടകത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ പണമിടപാടുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രം ആയി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ തട്ടകത്തെ ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കർക്കിടക രാശി ചന്ദ്രന്റെ രാശിയും കൂടി ആയതുകൊണ്ട് കർക്കിടകത്തിലേക്ക് തന്നെ, അതായത് ദേവിയെ തന്നെ പ്രാർത്ഥിക്കുകയും കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മാസം, അതായത് ഈ കർക്കിടക മാസം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മേടൻ രാശിക്കാർക്ക് പറ്റും. ഈ മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾ വളരെയധികം നോക്കി സൂക്ഷിച്ച് ഈ ഒരു മാസം പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം ചിങ്ങത്തിലേക്ക് വരുന്നതായിട്ട് പറ്റും.